വെൽക്കം ബാക്ക് ടു നീതൂസ് കുക്കിംഗ്. ഞാനൊരു രാഗി കേക്കിൻ്റെ റെസിപ്പിയുമായിട്ടാണ് വന്നിട്ടുള്ളത്. അപ്പോൾ നമുക്ക് അതിൻ്റെ വീഡിയോയിലേക്ക് പോകാം. ഈ കപ്പിൽ 1 കപ്പ് രാഗിപ്പൊടിയാണ് ഞാൻ എടുത്തിട്ടുള്ളത്. ഇത് നമുക്ക് നന്നായി ഒന്ന് അരിച്ചെടുക്കണം. ഇനി ഇതിലേക്ക് 1/2 കപ്പ് ഗോതമ്പ് പൊടിയാണ്. ഈ കപ്പിലാണ് ഞാനിത് എടുക്കുന്നത്. പിന്നെ 1 സ്പൂണ് ബേക്കിംഗ് പൗഡറാണ് ഇട്ട് കൊടുക്കുന്നത്. പിന്നെ ബേക്കിംഗ് സോഡയാണ് 1 സ്പൂണ് മുഴുവൻ എടുത്തിട്ടില്ല. ഇനി 1/2 സ്പൂണ് ഉപ്പാണ് ഇട്ട് കൊടുക്കുന്നത്. ഇതെല്ലാതും കൂടി ഒന്ന് നന്നായി അരിച്ചെടുക്കണം. അങ്ങനെ ഞാൻ ഒരു 3 പ്രാവശ്യം ഇത് അരിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഈ കപ്പിൽ 1/4 കപ്പ് പഞ്ചസാരയാണ് എടുത്തിട്ടുള്ളത്. അത് ഞാൻ മിക്സിയുടെ ജാറിലിട്ട് ഒന്ന് പൊടിച്ചെടുത്തിട്ടുണ്ട്. ഇനി അതിലേക്ക് 2 കോഴിമുട്ട പൊടിച്ചൊഴിച്ചിട്ട് അതും നമുക്കൊന്ന് നന്നായി അടിച്ചെടുക്കണം. അപ്പോൾ ഇത് ഞാൻ നന്നായി അടിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിൽ 1/2 കപ്പ് ഓയിലാണ് ഒഴിച്ച് കൊടുക്കുന്നത്. 1 സ്പൂണ് വാനില എസൻസും ചേർത്ത് ഇത് നന്നായി ഒന്ന് അടിച്ചെടുക്കണം. അപ്പോൾ ഞാനത് നന്നായി ഇവിടെ അടിച്ചെടുത്തിട്ട് ഒരു ബൗളിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നേരത്തെ അടിച്ച് വെച്ചിട്ടുള്ള രാഗിപ്പൊടിയുടെ മിക്സ് ഇതിലേക്ക് കുറേശ്ശെ ആയി ചേർത്ത് നന്നായി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇതിലേക്ക് കുറച്ച് പാലാണ് ഞാൻ ഒഴിച്ച് കൊടുക്കുന്നത്. ഇനി ബാക്കിയുള്ള പൊടിയും കൂടി ഇട്ട് ഇത് നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. ഞാൻ ബാക്കിയുള്ള പാലും ഞാൻ ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ബാറ്റർ ഇവിടെ ശരിയായിട്ടുണ്ട്. ഞാനൊരു പാത്രത്തിൽ ബട്ടർ പേപ്പർ ഒട്ടിച്ച് വെച്ചിട്ടുണ്ട്. അതിലേക്ക് ഈ ബാറ്റർ ഒഴിച്ച് നമുക്ക് നന്നായി ഒന്ന് തട്ടി കൊടുക്കാം, ബബിൾസൊക്കെ ഒന്ന് പോകാൻ വേണ്ടിയിട്ട്. ഇതിൻ്റെ മുകളിൽ കുറച്ച് അണ്ടിപ്പരിപ്പൊക്കെ ഞാൻ വെച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നേരത്തെ വീഡിയോയിൽ ചെയ്ത പോലെ തന്നെ ഞാനൊരു ഇഡ്ഡലി പാത്രത്തിൽ തന്നെയാണ് ഇത് കുക്ക് ചെയ്തെടുക്കുന്നത്. തീ കുറച്ചിട്ട് ഒരു 45 മിനിറ്റ് നേരമാണ് ഞാനത് കുക്ക് ചെയ്തെടുക്കുന്നത്. ഇപ്പോൾ ഒരു 45 മിനിറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ കേക്ക് നമുക്കൊന്ന് കുത്തി നോക്കാം. അപ്പോൾ കേക്ക് നന്നായി വെന്ത് കിട്ടിയിട്ടുണ്ട്. നന്നായി പൊന്തി വന്നത് കാരണം നമ്മുടെ അണ്ടിപ്പരിപ്പൊക്കെ ഇതിൻ്റെ ഉള്ളിലായി പോയി. അപ്പോൾ കേക്ക് തണുത്തിട്ടുണ്ട്. ഇതിൻ്റെ ബട്ടർ പേപ്പറൊക്കെ മാറ്റിയെടുക്കുന്നുണ്ട്. അപ്പോൾ അടി കരിയാതെ തന്നെ നല്ല രീതിയിൽ തന്നെ നമ്മുടെ കേക്ക് നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇനി ഇതൊന്ന് കട്ട് ചെയ്ത് നോക്കാം. അപ്പോൾ നല്ല സോഫ്റ്റായിട്ട് തന്നെ നമുക്കിത് കിട്ടിയിട്ടുണ്ട്. നല്ല ടേസ്റ്റിയുമാണ്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. ഇനി മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. താങ്ക്